ഹാർദിക് പാണ്ഡ്യക്ക് പകരക്കാരനായി നമുക്കൊരു പേര് നമുക്കിതിൽ കാണാൻ സാധിക്കില്ല. പക്ഷെ താങ്കൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ബാറ്റർമാരെ വട്ടം കറക്കുന്ന ബൗളർമാർ നമുക്കുണ്ട്. അത് വരുൺ ചക്രവർത്തി ആയാലും അക്സർ പട്ടേൽ ആയാലും. ബുംറയ്ക്കൊപ്പം ആ പന്ത് ഷെയർ ചെയ്യുന്നത് ആരായിരിക്കും? എന്നെ കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം 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 കേൾക്കാമോ എന്നെ? കേൾക്കാം കേൾക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അക്ഷർ പട്ടേല് കഴിഞ്ഞ പല മത്സരങ്ങളിലും നമുക്ക് 2020 ഫോർമാറ്റുകളിലൊക്കെ പവർ പ്ലേ എറിഞ്ഞത് കൊണ്ട് അക്ഷർ പട്ടേൽ എന്നേ വിചാരിക്കാൻ പറ്റുള്ളൂ. ശിവൻ ദുബെ പന്ത് ഏൽപ്പിക്കോ? ശിവൻ ദുബെ ഈ ടൂർണമെന്റിൽ വിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷെ എങ്കിൽ പോലും ശിവൻ ദുബെ ഏൽപ്പിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഫർഹാനും ഫക്കറും ഒക്കെ കളിക്കുന്ന ഒരു കളിയിലും. പക്ഷെ എനിക്ക് എന്റെ ഒരു ഇതില് ഈ ഒരു മാച്ചില് റിങ്കു സിംഗ് ഡെഫിനറ്റ്ലി ഒരു ടീമിൽ വരേണ്ട ആളാണ്. പക്ഷെ കഴിഞ്ഞ മാച്ചിലൊക്കെ നമ്മൾ കണ്ടതാണ് അർഷദീപിന്റെ ഒരു കോൺഫിഡൻസ് സൂപ്പർ ഓവറിലൊക്കെ. അർഷദീപ് വേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ മാനേജ്മെന്റിന് വേറെ ഡിസിഷൻ ഉണ്ടായിരിക്കും. അവരെന്തെങ്കിലും പിച്ചില് എന്തെങ്കിലും കണ്ടു കാണും. അപ്പൊ അത് പക്ഷെ എന്ന് തോന്നുന്നു അക്ഷർ പട്ടേൽ തന്നെ ആയിരിക്കും ഓപ്പൺ ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ ബുംറയുടെ ഒപ്പം അങ്ങനെ ആയിരിക്കും മാനേജ്മെന്റ് വിചാരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശ്രീ വി കെ ഹരിനാരായണൻ, നമ്മൾ ബാറ്റിംഗ് നിരയൊന്ന് നോക്കൂ. അഭിഷേക് ശർമ്മ, ശുഭ്മൻ ഗിൽ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, സഞ്ജു സാംസൺ, ശിവം ദുബെ, ആ പേരിനൊപ്പം ഇപ്പോൾ റിങ്കു സിംഗ് കൂടി വരുന്നു. എന്തൊരു ശക്തമാണല്ലേ? അതെ, വളരെ ശക്തമാണ് ബാറ്റിംഗ് നിര. ഇനിയിപ്പോ ഞാൻ പറയുന്നത് വളരെ ശക്തമാണ് നമ്മുടെ ബാറ്റിംഗ് നിര. റിങ്കു സിംഗ് വരുമ്പോ ഒരു ഫിനിഷറുടെ റോളില് റിങ്കു ഉണ്ട് എന്നുള്ളത് ഇതാണ്. പക്ഷെ അല്ലെങ്കിലേ നമുക്ക് നോക്കാം, നമ്മളെ 7-8 ബാറ്റ്സ്മാൻമാര് അത്രയും ശക്തരായിട്ടുള്ള ബാറ്റ്സ്മാൻമാരാണ് റിങ്കു ഇല്ലെങ്കിൽ പോലും. പക്ഷെ ഡെഫിനറ്റ്ലി റിങ്കു വരുമ്പോ അതൊരു ആഡ് ഓൺ ആണ്. അത്രയും ആളുകൾ വരുന്നു എന്നുള്ളത് എന്തോ. പക്ഷെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമ്മള് ഈ ടൂർണമെന്റിൽ തന്നെ എടുക്കുമ്പോ മറ്റ് ഇപ്പൊ പാകിസ്ഥാന്റെ പ്ലെയേഴ്സ് ആണെങ്കിലും ഇന്ത്യയുടെ പ്ലെയേഴ്സ് ആണെങ്കിലും അവരെക്കാളും ഒക്കെ ഇരട്ടി റണ്ണിന്റെ വ്യത്യാസത്തിലാണ് അഭിഷേക് ശർമ്മ ബാറ്റ് ചെയ്തിരിക്കുന്നത്. 309 ടോട്ടൽ റൺസ് അഭിഷേക് ശർമ്മയുടെ. അതിന്റെ സെക്കൻഡ് വരുന്ന തിലക് വർമ്മ നമ്മുടെ 144 ഉള്ളൂ. ഫർഹാന്റെ ആണെങ്കിൽ 160 ഉള്ളൂ. അപ്പൊ അതായത് ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാരുടെ രണ്ട് ടീമിലെയും ബാറ്റ്സ്മാൻമാരുടെ ഒക്കെ ഒരു എന്താ പറയാ ഇരട്ടി റണ്ണാണ് ഈ കളികളിൽ അഭിഷേക് സ്കോർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അഭിഷേക് തന്നെ ആയിരിക്കും. അഭിഷേകിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ അഭിഷേക് ഈ ഏഷ്യ കപ്പിൽ അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് നമ്മൾ